الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണത്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ദീനുൽ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി തുടക്കം കുറിക്കേണ്ടത് ഷഹാദത്ത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായത്. അള്ളാഹുവിനെ അംഗീകരിക്കുക എന്നതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രമാണമെങ്കിൽ അത് ഈമാൻ കാര്യത്തിൽ പെടുമായിരുന്നു. പക്ഷെ അള്ളാഹു താല അത് ഇസ്ലാം കാര്യത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹ്. ദീനുൽ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം രണ്ട് ഷഹാദയാണ്. ഈമാന്റെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ചാൽ മതി. മുർസലീങ്ങളെ അംഗീകരിക്കൽ നാലാമത്തെ കാര്യത്തിൽ വരുന്നുണ്ട്. അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. മുഹമ്മദ് നബി അവിടെയാണ് വരുന്നത് ഈമാന്റെ കാര്യത്തിൽ. ഈമാൻ കാര്യം ഒന്നാമത്തത് അള്ളാഹുവിനെ അംഗീകരിക്കലാണ്, അള്ളാഹിനെയും റസൂലിനെയും അംഗീകരിക്കലല്ല. റസൂലിനെ അംഗീകരിക്കുക എന്നുള്ളത് ഈമാൻ കാര്യം നാലാമത്തതിനാണ് അള്ളാഹു താല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി.
ലാ നുഫർരിഖു ബൈന അഹദി മിർ റുസുലി. അതേസമയം ഇസ്ലാം കാര്യം ഒന്നാമത്തത് ഷഹാദത്താണ്, ഈമാനല്ല. ഈമാൻ കാര്യം ഒന്നാമത്തതാണ് ഈമാൻ, ഇസ്ലാം കാര്യം ഒന്നാമത്തത് ഷഹാദത്താണ്. ഈ തിരിച്ചറിവ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഷഹാദത്തുമായി അയച്ചത് ഒന്നാമത്തെ റസൂൽ എന്ന നിലക്കാണ്. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദ. അതേ സമയത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ നബിയാണ്. അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ഷഹാദ പറയേണ്ടി വന്നിട്ടില്ല. ഇത് തിരിച്ചറിയണം മുസ്ലിം സമുദായം. ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ ഷഹാദ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് പറയപ്പെട്ടിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയേ ഇല്ല കാലഘട്ടത്തിൽ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ചർച്ച റബ്ബുനല്ലാഹ് എന്നതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. അന്നത്തെ കലിമ അതാണ്. അതുകൊണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കേണ്ടി വന്നില്ല അല്ലാഹു തആലക്ക്. അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. അള്ളാഹു അല്ലാതെ വേറൊന്നില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി മനുഷ്യന്റെ തുടക്കം മുതലേ നന്നപ്പെട്ടല്ല. മനുഷ്യന്റെ തുടക്കം അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കലാണ്. അവിടെ ലാ പ്രയോഗമില്ല, ഇല്ല എന്നുള്ള പ്രയോഗം അവിടെ ഇല്ല. അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന പ്രയോഗമേ ഉള്ളൂ. ലാ റബ്ബ ഇല്ലല്ലാ എന്നുള്ള പ്രയോഗമില്ല. അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന പ്രയോഗം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം സീസ് നബി അല്ലാഹു തആല നിയോഗിച്ചത് നബിയായിട്ടാണ്, റസൂലായിട്ടല്ല. എന്തുകൊണ്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. മൂന്നാമത്തെ നബിയായ ഇദ്രീസ് നബിയെയും അല്ലാഹു തആല റസൂലാക്കിയില്ല. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് നമ്മൾ അധിക പേരും മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാം കാര്യം മുതലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് ഈ റബ്ബുനല്ലാഹും തിരിച്ചറിയാൻ നമ്മൾ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് സത്യമാണ്, ദുഃഖസത്യമാണ്. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് അല്ലാഹു തആല റസൂലാക്കി നിയോഗിക്കുന്നത്. ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നെഗേഷന്റെ പ്രഖ്യാപനവുമായിട്ടാണ് നൂഹ് നബി വന്നതില്ല. നോ. ആദം നബിക്ക് നോ പറയേണ്ടി വന്നിട്ടില്ല. ഇദ്രീസ് നബിക്ക് നോ പറയേണ്ടി വന്നിട്ടില്ല. അതേപോലെ തന്നെ ശൂസി നബിക്ക് നോ പറയേണ്ടി വന്നിട്ടില്ല. ആണ് എന്ന് പറയാനേ വന്നിട്ടുള്ളൂ. കാരണം ആകാശലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ കൊടുത്തിരിക്കുന്ന റുബൂബിയത്തിന്റെ ഷഹാദ അത് തുടരുകയായിരുന്നു ഭൂമിയിൽ. മനുഷ്യനോളം പഴക്കമുണ്ട് ദീനുൽ ഇസ്ലാമിന്. അതേപോലെ തന്നെ മനുഷ്യനോളം പഴക്കമുണ്ട് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദക്ക്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വന്നത് ലാ പറയാനാണ്, നോ പറയാനാണ്. ഇത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള 2-3 നബിമാർക്ക് ഈ ലാ പറയേണ്ടി വന്നിട്ടില്ലാത്തത്? അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. അവർക്ക് അല്ലാഹു അല്ലാത്തൊരു ശക്തിയെ പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല, ഒരു വ്യക്തിയെ പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല, ഒരു മലക്കിനെ പ്രശ്നത്തിൽ ഇടപെടിക്കേണ്ടി വന്നിട്ടില്ല, ഒരു ജിന്നിനെ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കേണ്ടി വന്നിട്ടില്ല, ഒരു ശൈഖിനെയോ വലിയനെയോ ഇടപെടിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള 3 നബിമാരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചർച്ചയെ വന്നിട്ടില്ല. അടുക്കള തൊട്ട് അങ്ങാടി വരെ ചർച്ച മുഴുവനും റബ്ബുനല്ലാഹ്. അടുക്കളയിൽ ഉപ്പ് കുറഞ്ഞാൽ ഉടമസ്ഥനായ അള്ളാഹിനോട് വേണം ഉപ്പിന്റെ കാര്യം സംസാരിക്കാൻ. കാരണം റബ്ബുന, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. എന്താണ് റബ്ബ്? റബ്ബിനെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാവാത്തത്. എന്താണ് റബ്ബ്? നമ്മളതിനെ രക്ഷിതാവ് എന്നൊക്കെ അർത്ഥം വെച്ചിട്ട് അതിനെ ലഘൂകരിച്ച് കളഞ്ഞു. എന്നിട്ട് ആ വിവരക്കേടിൽ നിന്നാണ് നമ്മുടെ വലിയ വിവരമുള്ളവരായിട്ട് ചമയുക. മുസ്ലിങ്ങളുടെ അവസ്ഥ മൊത്തത്തിൽ അതാണ്. ആകെ മൊത്തം വിവരക്കേടാണ്. ആ വിവരക്കേടാണ് വിവരം എന്ന അഡ്രസ്സിൽ നമ്മൾ ചമയുക. വർത്താനം കേട്ടാൽ വിചാരിക്കും ആകാശത്ത് നിറങ്ങി വന്നതാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട 3 പേരുടെയും പ്രശ്നങ്ങളിൽ ആരെയും ഇടപെടിപ്പിക്കാൻ അനുവാദം കൊടുത്തില്ല. അവർക്ക് ആർക്കും പരിചയമില്ല. അതുകൊണ്ട് തന്നെ റബ്ബുനല്ലാഹ് ആ 10 തലമുറ ഏതാണ്ട് ഒരു 3,000-4,000 കൊല്ലം അള്ളാഹുവാണ് റബ്ബ് എന്ന പ്രയോഗത്തിൽ മാത്രം നിന്നു. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തൊരു ശക്തിയെ പറ്റി സംസാരിക്കേണ്ടി വന്നില്ല, അതിനെ വിമർശിക്കേണ്ടി വന്നില്ല, അതിനെ എതിർക്കേണ്ടി വന്നില്ല. ചുരുക്കത്തിൽ ലാ എന്ന നെഗേഷന്റെ ഫോം ഉപയോഗിക്കേണ്ടി വന്നില്ല. ആണ് എന്ന് മാത്രം. റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്.
മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, അള്ളാഹു ആണല്ലോ മക്കളെ നമ്മുടെ റബ്ബ്. എന്താണ് റബ്ബ്? മൻഹു റബ്ബ്, ആരാണ് ഈ റബ്ബ്? ഞാനിപ്പോ ഈ കൂടിയിരിക്കുന്നവരോട് ചോദിക്കുക, റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എല്ലാവരും പറയും രക്ഷിതാവ്, മലയാളികളായതുകൊണ്ട്. ഹിന്ദുക്കളാണെങ്കിൽ പറയും ഉടയവൻ. എല്ലാവരും അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. ഇവിടുത്തെ ഹിന്ദു മതക്കാരായാലും ക്രിസ്തു മതക്കാരായാലും ജൂതമതക്കാരായാലും മജൂസി മതക്കാരായാലും ഇന്ന് ലോകത്ത് നിലവിലുള്ള മതക്കാരെല്ലാം അള്ളാഹിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. അതിലാർക്കും സംശയമില്ല. അള്ളാഹുവാണ് റബ്ബ്. ഒരു ഹിന്ദു മതസ്ഥരെ പരിചയപ്പെട്ടു നോക്കി ഇരിട്ടി ടൗണിൽ വെച്ച് പണ്ടെങ്ങാനും കണ്ട ഒരാളാന്ന് വിചാരിച്ചു. ഒരു സുഹൃത്ത്, ഒരു ഹിന്ദു മതക്കാരൻ, സ്കൂളിൽ പഠിക്കുമ്പോൾ ലോകിക്കാരനാണ്, സ്കൂൾ ക്ലാസ്മേറ്റാണ്. എന്നിട്ടോ വിശേഷങ്ങളൊക്കെ, നീ എവിടെയാന്ന്, ഏത് ദുനിയാവിലാണ് നീ? ആ ഹിന്ദു മതസ്ഥനെ കൂട്ടുകാരനോട് ലോകം പറയാണ്, ഒരു മുസ്ലിം മതക്കാരൻ. ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. എന്താ ജോലി? എനിക്കിന്ന ജോലി. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല സുഖമാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? എല്ലാം ഉടയവൻ. അവനെങ്ങോട്ടാ കൈ നീട്ടുക? എല്ലാം ഉടയവൻ വെച്ചാൽ എങ്ങോട്ടാ കൈ നീട്ടുക? ഗുരുവായൂരേക്കോ പറശ്ശിനിക്കടവിലേക്കോ? വല്ലാഹി അവൻ ആകാശത്തിലേക്കാണ് കൈ നീട്ടുക. അവൻ അംഗീകരിക്കുന്ന ദേവീദേവന്മാരിലേക്ക് കൈ നീട്ടൂല. എല്ലാം ഉടയവൻ അള്ളാഹു ആണ്. ആ ദിവസത്തിൽ ഒരു ഷീഈ മതസ്ഥനായ ഒരു മുസ്ലിമിനെ കണ്ടുകൊണ്ട്, ഷീഈ മതസ്ഥൻ മീൻസ് ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ ബാത്തിലാക്കിയവർക്കാണ് നാം ഷീഈ മതക്കാരെന്ന് പറയുന്നത്. ഷീഈ മതക്കാരെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവർ, ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ. അടിസ്ഥാനപരമായി ജാറങ്ങൾ ഷഹാദത്തിനെ ബാത്തിലാക്കാൻ ജൂതൻ നിർമ്മിച്ചു തന്നൊരു ഉപകരണമാണ് ജാറങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയവും ഷഹാദത്തിനെ ബാത്തിലാക്കി കളയും. ഷഹാദ് ബാത്തിലായാൽ ഖാലിദുൻ ഫിന്നാർ, നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരും. അവന്റെ ഇസ്ലാം ബാത്തിലാവും. ഷഹാദത്ത് ബാത്തിലായാൽ, ഇസ്ലാം ബാത്തിലായ അവൻ കാഫിറാവും. ഒരു നാടൻ മുസ്ലിമിനോട് ഈ രീതി നിന്റെ എന്തുണ്ടോ സുഖം തന്നെ, വിശേഷങ്ങളൊക്കെ എന്തുണ്ട്, റാഹത്തന്നല്ലേ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്? എല്ലാം ബദരീങ്ങളെ വർക്കത്തുണ്ട്. എന്നാ ഓനാകാശത്തിലേക്ക് കൈ കിട്ടില്ല. ആരാ അപകടകാരി? ആ ഹിന്ദുവാണോ അതോ ഈ മുസ്ലിമാണോ? ഈ മുസ്ലിമാണ് വല്ലാഹി അപകടകാരി, ആ ഹിന്ദു അല്ല. എന്നിട്ട് നാം വർഗീയമായിട്ട് കാണുക ആ ഹിന്ദുവിനെയാണ്. ആ ഹിന്ദുവിനെ നരകത്തിലേക്ക് അയക്കേണ്ട തിരക്കിലാണ് നമ്മൾ. ഇല്ല, ആദ്യം നരകത്തിൽ പോവുക ഈ മുസ്ലിം എന്ന് പറയുന്നവനാണ്. രണ്ടാമതേ മറ്റൊന്ന് നരകത്തിലേക്ക് വേണ്ടി വന്നാൽ പോവുള്ളൂ. കാരണം ഇവൻ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? എല്ലാം ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് എന്റെ കാര്യം ഭംഗിയായി നടക്കുന്നു. മറ്റവൻ പറഞ്ഞത് എല്ലാം ഉടയൻ നടത്തുന്നു എന്നാണ്. എല്ലാം രാമന്റെ ബർക്കത്തുകൊണ്ട് നടത്തുമെന്ന് പറഞ്ഞില്ല അവൻ. എല്ലാം അയ്യപ്പന്റെ ബർക്കത്തുകൊണ്ട് നടക്കുന്നു എന്ന് പറയില്ല അവൻ. എല്ലാ മതക്കാരും അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. അള്ളാഹു റബ്ബുന. കാരണം അത് മനുഷ്യന്റെ ഫിത്രത്താണ്. ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫതറന്നാസ അലൈഹ. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടവന്റെ അടിസ്ഥാന വിഷയമാണ് റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് വെറും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു ആശയത്തിലാണ് മനുഷ്യനെ അള്ളാഹ് നിർമ്മിച്ചിരിക്കുന്നത്. ഖുർആൻ ഫിത്രത്തല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകൃതം, അല്ലത്തി ഫതറന്നാസ അലൈഹ, ആ പ്രകൃതത്തിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യൻ അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ ഹിന്ദു ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്. കാരണം എന്താ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. എല്ലാ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുന്നത് മുസ്ലിമായിട്ടാണ്. കുല്ലു മൗലൂദിൻ എല്ലാ മനുഷ്യക്കുഞ്ഞും ജനിക്കുന്നത് അലൽ ഫിത്ര ഐ ഫിത്രത്തുല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സുന്ദരമായ പ്രകൃതത്തിലാണ്. പ്രായപൂർത്തിക്ക് ശേഷം അബവാഹു, അവന്റെ ചുറ്റുപാടുകൾ, അവന്റെ മാതാപിതാക്കൾ, അവന്റെ സംസ്കാരം, അവന്റെ നാട്ടുകാര്, അവനാണ് അവനെ വ്യത്യസ്ത മതങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും മാറ്റിത്തിരുത്തുന്നത്. അള്ളാഹു അവനെ ജനിപ്പിക്കുന്നത് മുസ്ലിമായിട്ടാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ഹിന്ദുവിന് ജനിച്ചതെല്ലാം ഹിന്ദുക്കൾ, ക്രിസ്ത്യാനിക്ക് ജനിച്ചതെല്ലാം ക്രിസ്ത്യാനികൾ, ഷിയാക്കൾക്ക് ജനിച്ചതെല്ലാം ഷിയാക്കൾ, സലഫിക്ക് ജനിച്ചതെല്ലാം സലഫികൾ. അങ്ങനെയല്ല. എല്ലാ മനുഷ്യക്കുഞ്ഞും ഇസ്ലാമിനായിട്ടാണ് ജനിക്കുന്നത്. പ്രായപൂർത്തിയോടുകൂടി മാത്രമേ അവന്റെ ഫയല് തുടങ്ങുള്ളൂ. അള്ളാന്റെ ദർബാറിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നത് പ്രായപൂർത്തിയോടുകൂടിയാണ്. പ്രായപൂർത്തി വരെയും പ്രത്യേകം ഫയലുകളില്ല ആദർശ രംഗത്ത്. പ്രായപൂർത്തി വരെ മാതാപിതാക്കളെ ഫയലിലാണ് അവന്റെ പ്രവർത്തികൾ റെക്കോർഡാവുക. അതുകൊണ്ടാണ് 7ാമത്തെ വയസ്സിലെ കുട്ടികളെ നിസ്കരിപ്പിക്കണമെന്ന് പറയുന്നത്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും ഫയലിലേക്കാ വരിക. 10ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ അടിച്ചിട്ട് നിസ്കരിപ്പിക്കണമെന്ന് പറയുന്നത് എന്തിനാ? മാതാപിതാക്കളെ ഫയലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പ്രായപൂർത്തിക്ക് മുമ്പുള്ള മുഴുവൻ അമലുകളും മാതാപിതാക്കളെ ഫയലിലാണോ അള്ളാഹു തആല റെക്കോർഡ് ചെയ്യുക.
പ്രായപൂർത്തിയോടുകൂടി മാത്രമേ വ്യക്തികൾക്ക് അള്ളാഹു ദർബാറിൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. പ്രായപൂർത്തിയോടുകൂടിയാണ് അവന്റെ വിഷയങ്ങളൊക്കെ അള്ളാഹു തല അവൻ റെക്കോർഡ് റക്കീബ് അത്തീദ് എന്ന 2 ഉദ്യോഗസ്ഥന്മാർ അവന്റെ അമലുകളെ റെക്കോർഡാക്കുന്നത് പ്രായപൂർത്തിയോടുകൂടിയാണ്. ഇത് വളരെ ഗൗരവമായിട്ട് നാം കാണണം. കാരണം അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ ഷഹാദത്ത് പറഞ്ഞവരാണ് മനുഷ്യരാശി മുഴുവനും. ഇവിടുത്തെ ഹിന്ദുക്കളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, ജൂതന്മാരാവട്ടെ, മജൂസികളാവട്ടെ, നിരീശ്വരവാദികളാവട്ടെ, ഭൗതികവാദികളാവട്ടെ, ആരാവട്ടെ, മതസമൂഹമാവട്ടെ, വ്യക്തികളാവട്ടെ, അല്ലെങ്കിൽ സമൂഹമാവട്ടെ, ആകാശലോകത്ത് അള്ളാന്റെ റുബൂബിയ്യത്തിൽ ഷഹാദത്ത് പറഞ്ഞ് മുസ്ലിമായവരാണ്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുരിയ്യതഹും ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിനാ ഖാലൂ ബലാ ഷഹിദിനാ. മനുഷ്യരുമായിട്ടൊരു സംവാദം നടന്നിട്ടുണ്ട് ആകാശ ലോകത്ത്, ആത്മാവിന്റെ ലോകത്ത്, അർവാഹിന്റെ ലോകത്ത്. അന്ന് ആദം നബി മാത്രമേ ഉടലോടുകൂടിയുള്ളൂ, ബാക്കിയുള്ളവരാൻ റൂഹ് മാത്രമാണ്. ആ സംവാദത്തിൽ ഒരു ഭയങ്കരമായ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയെ പറ്റിയാണ് അള്ളാഹു ഖുർആൻ ഷരീഫിൽ നമ്മളെ ഉണർത്തുന്നത്. എന്താണ് ആ ചർച്ച? അതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞത് വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം, ആദം സന്തതികളായ മനുഷ്യരുമായിട്ട് അള്ളാഹു തആല ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. റസൂൽ തങ്ങളോടാ പറയുന്നത്. ആദം സന്തതികൾ മനുഷ്യരുമായിട്ട് അള്ളാഹു ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കരാറിൽ ഏർപ്പെടുക മാത്രമല്ല ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം, ഓരോരുത്തരെ കൊണ്ടും അള്ളാഹ് ഷഹാദത്തും പറയിപ്പിച്ചിട്ടുണ്ട്. അന്ന് എന്താ വിഷയം? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ. ഇതാണ് ചർച്ച. നിങ്ങളെ ഇലാഹ് ഞാനല്ലേ എന്നല്ല. ഇലാഹ് പിന്നീട് ഭൂമിയിൽ വന്ന വിഷയമാണ്. ആകാശ ലോകത്ത് ഇലാഹുകളെ പറ്റിയുള്ള ചർച്ചയില്ല. ആകാശ ലോകത്ത് ഇലാഹുകളെ പറ്റിയുള്ള ചർച്ചയില്ല. റബ്ബിനെ പറ്റിയുള്ള ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ. ഇലാഹുകളെ മനുഷ്യനുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ലാ എന്ന നെഗേഷൻ കൊണ്ട് നൂഹ് നബിക്ക് തുടങ്ങേണ്ടി വന്നത്. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഇല്ല എന്ന പ്രയോഗം ബഹുമാനപ്പെട്ട നൂഹ് നബി ഉപയോഗിക്കേണ്ടി വന്നത് മനുഷ്യനുണ്ടാക്കി തീർത്ത മുസീബത്ത് ഒഴിവാക്കാനാണ്. ഒന്നാമത്തെ മുസീബത്ത് ജാറങ്ങളാണ്. വദ്, സുവാഅ്, യഊഖ്, യഗൂസ്, നസ്ർ, 5 മഹാന്മാരായ ഉലിയാക്കൾക്ക് ജാറങ്ങൾ കെട്ടി ഇറാഖിലെ അന്നത്തെ ജനം മൗലാനമാരെ നേതൃത്വത്തിൽ ഇലാഹ നടത്തിക്ക് തുടങ്ങിയപ്പോൾ അവരെ തിരുത്താനാണ് നൂഹ് നബിക്ക് റസൂലായിട്ട് വരേണ്ടി വന്നത്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിൽ ആയത്തിറങ്ങിയത് അവർക്ക് വേണ്ടിയിട്ടാണ്. എന്നല്ലാതെ എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ. അന്ന് ഹിന്ദുക്കളില്ല, ക്രിസ്ത്യാനികളില്ല, ജൂതന്മാരില്ല, മജൂസികളില്ല, ഒരു മതക്കാരും അന്നില്ലല്ലോ. പിന്നെ ആരിലേക്കാണ് നൂഹ് നബി റസൂലായിട്ട് വന്നത്? അന്ന് മതങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്ന് കാണുന്ന മതങ്ങളെല്ലാം നൂഹ് നബിക്ക് ശേഷം വന്നതല്ലേ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നൂഹ് നബിന്റെ മരണത്തിന് ശേഷമല്ലേ ദ്രാവിഡ മതം വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിലെ ഔലിയാക്കളെ ദേവീദേവന്മാരാക്കി മാറ്റിയത്. ഇബ്രാഹിം നബിക്ക് ശേഷമല്ലേ ആര്യമതം വരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം മഹാന്മാര് അവരുടെ പേരിൽ ദേവീദേവന്മാരെ ഉണ്ടാക്കുകയല്ലേ ആര്യന്മാര് ചെയ്തത്. മൂസ നബിക്ക് ശേഷമല്ലേ ജൂതമതം വരുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അവര് ഉസൈർ റളിയല്ലാഹു തആല അൻഹു, അല്ലെങ്കിൽ ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ മോനാണ്, അതുകൊണ്ട് അള്ളാനെ കിട്ടണമെങ്കിൽ ഉസൈറിലേക്ക് ഇലാഹ നടത്തി ഉസൈർ ഫാത്തിഹ പറയണം എന്ന് പഠിപ്പിച്ചത്. അങ്ങനല്ലേ ജൂതമതം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ക്രിസ്തുമതം ഉണ്ടാകുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോയതിനു ശേഷമല്ലേ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോയത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയം. അങ്ങനെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം തന്നെ ആകാശത്തിലേക്ക് പോകാൻ യോഗ്യത തെളിയിക്കുന്നില്ലേ? പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ടോ? മാനസിക രോഗികൾക്ക് എന്തും പറ്റും. ഫി ഖുലൂബിഹിം മറദ്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ചില മാനസിക രോഗികളുണ്ട്. എന്ത് പറഞ്ഞാലും സംശയമാണ്. കൂട്ടരെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം തന്നെയാണ് തെളിവ് ആകാശത്തിൽ താമസിക്കാൻ യോഗ്യനാണ് എന്നതിന്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ പിന്നെ ഈസാ നബിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണോ ബുദ്ധിമുട്ട്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഒന്നാമെന്നല്ല നമ്മൾ വ്യക്തമായി. ഹുബ്ബത്തു ഫിൽ അർദ്, ആദമെ ഭാര്യയും കൂട്ടിയിട്ട് ഭൂമിയിലേക്ക് പോവുക എന്ന്. ആകാശത്ത് നിന്നല്ലേ ഭൂമിയിലേക്ക് വന്നത്. അതും അംഗീകരിക്കൂലേ? കൊയിലാണ്ടി തെങ്കാനം വന്നു തന്നെ പറഞ്ഞ കോയി ബുദ്ധിജീവികള് ഒരു കൂട്ടക്കാരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹ്. അവർക്ക് ബുദ്ധിയാണ് പ്രമാണം, അല്ലെങ്കിൽ അവരെ മാനസിക രോഗം. അത് ഇപ്പൊ നല്ല ചികിത്സ അലോപ്പതിയിൽ ഒരു 2 മാസം ഗുളിക കുടിച്ചാൽ മതി സംശയരോഗം മാറും. പണ്ടൊക്കെയാണ് സംശയരോഗത്തിന് മരുന്നില്ലാത്തത്. ഇപ്പൊ സംശയരോഗത്തിന് വാദപ്രതിവാദവും ഖുർആനും ഹദീസും നോക്കിയിട്ട് സ്റ്റേജൊന്നും കെട്ടേണ്ടിയില്ല. 2 മാസം കോഴിക്കോട്ട മാനസികാശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഗുളിക കൊടുത്താൽ മതി. ആ സംശയരോഗം മാറിക്കോളൂ. തിരിച്ചു വരുമ്പോൾ ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്കാരനായിക്കോളൂ. അവരെ ചികിത്സിക്കാൻ വേണ്ടി മെനക്കെട്ടാൻ വേണ്ടി ഖുർആനും ഹദീസും ഓതിയിട്ട് ചികിത്സിക്കാൻ മെനക്കെട്ടിട്ട് കാര്യമൊന്നുമില്ല. സമയം പൈസയും വെറുതെ കളയണ്ട. ആ വർഗത്തെങ്ങ് വിട്ടാൽ മതി. യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, ഹവാ റസൂലുള്ളാഹിക്കാരെ. കൂട്ടരെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം തന്നെ ആകാശത്തിലേക്ക് പോകാൻ യോഗ്യത തെളിയിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരാൻ ഈ യോഗ്യത തെളിയിക്കുന്നു. ഈ രണ്ട് പ്രവാചകന്മാരുടെയും
മൻഹജ് തരീഖയിൽ മുഹമ്മദുർ റസൂലുള്ള ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പോകുന്നു. എല്ലാം ഇസ്ലാം. എന്തൊരു സുന്ദരമായ കാഴ്ചപ്പാടാണ്. അള്ളാന്റെ പ്രമേയം പാഴായി പോകാറുണ്ടോ? എല്ലാവർക്കും ഇപ്പൊ സയൻസിനൊപ്പിച്ചില്ല. എങ്ങനെ ഈസാ നബി പോവുക? ഈസാ നബി ഒരു മനുഷ്യനല്ലേ? ഈസാ നബി എങ്ങനെ ഇതിലെ കയറി പോയി? റോക്കറ്റിൽ പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുക. അത് AI നിർമ്മിച്ചിരിക്കുന്ന പേടകത്തിൽ, അത് മറ്റേ എന്താണ് പറയാ, പിന്നെ ഒരു പേടകം കൊണ്ടല്ല, അതിന്റെ പുറത്ത് കയറിയിട്ടാ പോയെന്ന് പറഞ്ഞാൽ എന്നാ ശരി. ഈ ലായിലുള്ള റസൂലൊക്കെ സയൻസ് റസൂലൊക്കെയുള്ള സ്വഭാവമാണ്. എന്നാ ശരി. അല്ല പറഞ്ഞത് അതിച്ചിരി പ്രയാസം ഉണ്ട് അംഗീകരിക്കുക. ഈ മാനസിക രോഗികളുടെ ഒന്നാമത്തെ അടയാളം അതാണ്. റോബോട്ടൊക്കെ കേട്ടിട്ടില്ലേ? ഈസാ നബി റോബോട്ട് അങ്ങനെ ആയിട്ടായിരിക്കും, റോബോട്ട് പോലെയാണ് പോയതെന്നൊക്കെ പറഞ്ഞാൽ റോബോട്ട് അത് സയൻസുകാരുടെ ഭാഷയാണ്. വിട്ടേക്ക്. ബഹുമാനമുള്ള സഹോദരന്മാര് മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം, അന്ന് ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് ഷഹാദത്ത് പറയിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ അലസ്തു ബി റബ്ബിക്കും ഖാലു, ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന അടക്കമുള്ള മുഴുവൻ മനുഷ്യരെ കൊണ്ടും അല്ലാഹു തആല പറയിപ്പിച്ചു. ഖാലു ബലാ, അതെ നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ്. ഷഹിദിന, ഭൂമിയിലെത്തിയാൽ അള്ളാഹുവാണ് റബ്ബ് എന്നത് ജീവിച്ച് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് ഒന്നാമത്തെ ഷഹാദ. അതിന് ഷഹാദത്തു റുബൂബിയ എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഞങ്ങൾ ഭൂമിയിലെത്തിയാൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് അള്ളാഹ് കൊടുത്ത കരാറാണ് മനുഷ്യരാശി മുഴുവനും. അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസമൊന്നുമില്ല. അന്ന് മതങ്ങളൊന്നുമില്ല, മനുഷ്യരേ ഉള്ളൂ. മതങ്ങൾ വന്നത് ഭൂമിയിലല്ലേ കൂട്ടര്? ആകാശത്തിൽ എന്ത് മതങ്ങൾ? അന്ന് ഒറ്റ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആകാശഭൂമികളെയും പ്രപഞ്ചം അഖിലാണ്ടത്തെയും അള്ളാഹു കൺട്രോൾ ചെയ്യുന്നത് ഇസ്ലാം എന്ന രാജപാത വെച്ചുകൊണ്ടാണ്. ആ പാതയനുസരിച്ചാണ് അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഖാലു ബലാ ഷഹിദിന. ആ ഷഹാദത്തിന്റെ ബറക്കത്തിലാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ മുസ്ലിമായി ജനിക്കുന്നത്. ഒരു ഹിന്ദു സ്ത്രീ, അവർ ആകാശ ലോകത്ത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഷഹാദത്ത് പറഞ്ഞ റൂഹാണ്. അവർ പ്രസവിക്കുന്ന കുഞ്ഞ് മുസ്ലിമായ കുഞ്ഞാണ്. ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഒരു മുസ്ലിമായ കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്. കാരണം ആ സ്ത്രീയുടെ റൂഹും ഈ കുട്ടിയുടെ റൂഹും ആകാശത്തിൽ അള്ളാന്റെ റുബൂബിയത്തിന് ഷഹാദത്ത് പറഞ്ഞ കുട്ടിയാൻ റൂഹാൻ. ഇതൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ ബാലപാഠങ്ങളാണ്. നമുക്കറിയില്ല എന്ന് ചോദിച്ചിട്ടില്ല എന്ന് പറയാം. എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ജഹാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അവന്റെ അറിവില്ലായ്മയുടെ ശത്രുവായിരിക്കും. എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല. എനിക്കറിയില്ല, നീ ജാഹിലാണോ? എനിക്കറിയുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറയാനെങ്കിൽ നിൽക്കിങ്ങനെ സാധിക്കുക. ഒരു ജൂത സ്ത്രീ പ്രസവിക്കുന്ന മുസ്ലിമായ കുഞ്ഞിനെയാണ്. കാരണം അവന്റെ റൂഹും അള്ളാഹുവിന്റെ ഷഹാദത്ത് പറഞ്ഞ റൂഹാണ്. ആരാണ് ഇവിടെ മുസ്ലിമായ കുഞ്ഞല്ലാത്ത? ഒരു കമ്മ്യൂണിസ്റ്റ് സ്ത്രീ, ഒരു നിരീശ്വരവാദി സ്ത്രീ പ്രസവിക്കുന്നത് മുസ്ലിമായ കുഞ്ഞിനെയാണ്. കാരണം അവരുടെ റൂഹ് ആകാശത്തിൽ വെച്ച് അള്ളാന്റെ റുബൂബിയത്തിന് ഷഹാദത്ത് പറഞ്ഞ റൂഹാണ്. ചില്ലറ ബറക്കത്തൊന്നല്ല കൂട്ടരെ ദീനുൽ ഇസ്ലാമിന്റെ പ്രമേയം. മനുഷ്യരാശിക്ക് മുഴുവനും വേണ്ടിയുള്ളതാണ് ഇസ്ലാം. അതിന്റെ പ്രാരംഭം അള്ളാന്റെ റുബൂബിയത്തിന് ഷഹാദത്ത് കൊടുത്ത് ദൃഢമായി ജീവിക്കുക എന്നുള്ളതാണ്. അടുക്കള തൊട്ടങ്ങാടി വരെയുള്ള മുഴുവൻ പ്രശ്നങ്ങളിലും അള്ളാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുക. അള്ളാഹു അല്ലാത്ത ശക്തികളെയോ വ്യക്തികളെയോ വസ്തുക്കളെയോ ദീനാറുകളെയോ ദിർഹമുകളെയോ ഇടപെടിപ്പിച്ചുകൊണ്ട് ഒരിക്കലും അള്ളാന്റെ റുബൂബിയത്തിന് കൊടുത്ത ഷഹാദത്ത് ബാത്തിലാക്കി കളയാൻ പാടില്ല എന്ന്. എന്ത് പ്രശ്നം പറഞ്ഞാലും എന്റെ അള്ളാഹ്, എന്തൊരു രസമായിരിക്കും ജീവിതത്തിൽ ആലോചിച്ചൊക്കെ. അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടല്ലാതെ ഒരു മോമിന് സംസാരിക്കൂല. ഞാൻ ഉദാഹരണം പറഞ്ഞതിന് മുമ്പ് ഒരു ഓട്ടോറിക്ഷക്കാരന്റെ ഉദാഹരണം തന്റെ തലയും പാലും മുറിച്ചിട്ട് അവനവന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സംഘടനകളൊക്കെ ചെയ്യാറ് സാധാരണ. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാൾ പറയും തലയും പാലും മുറിക്കും, എന്നിട്ട് പകുതിക്കുന്ന ഒരു കഷ്ണം എടുത്തിട്ട് അയാൾ പറഞ്ഞത് കണ്ടില്ലേ. ഇഷ്ടമാണെങ്കിലോ അയാളൊരു കഷ്ണേ പറഞ്ഞിട്ടുണ്ടാവും, തലയും പാലും പിന്നെ ഇവര് കൂട്ടിക്കോളൂ ഇഷ്ടമാണെങ്കിൽ. ഇതാണ് സംഘടനാ സ്റ്റൈൽ എന്നാ പറഞ്ഞു വരുന്നത്. അതിൽപ്പെട്ടതാണത്. അങ്ങനെയൊന്നും കൂട്ടാൻ നിൽക്കണ്ട. ഞാൻ പണ്ടേ പറഞ്ഞിട്ടൊരു ഉദാഹരണം, മാനമായൊരു ഉദാഹരണം. ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിന് വരികയാണ് തലശ്ശേരിയിലേക്ക്. തലശ്ശേരി സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ എന്തോ കാരണത്താൽ വാഹനങ്ങളൊന്നുമില്ല. അയാൾക്ക് ഇരുട്ടിയിലെത്തണം. രാത്രി 2 മണിയായി. ഭാര്യ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, എന്തായി. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ വരുന്ന കണ്ടു. കൈ കിട്ടിയപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ നിർത്തി, ഒന്ന് ഇരുട്ടി കൊണ്ടുപോയി വിടാവോ? ഓ. അങ്ങനെ അദ്ദേഹം ഇരുട്ടിയിലേക്ക് യാത്ര ചെയ്തു വന്നു. വീട്ടിലെത്തി, ബെല്ലടിച്ചു. ഭാര്യ കാത്തിരിക്കുന്നുണ്ട്. ഭാര്യ വാതിൽ തുറന്നു. കണ്ടപ്പോൾ സന്തോഷമായി ഭർത്താവിനോട് ചോദിച്ചു, എങ്ങനെയാ വന്നത്? തലശ്ശേരിയിൽ നിന്ന് എങ്ങനെയാ വന്നത്? ഒരു മുസ്ലിമിന്റെ മറുപടി, ഒരു മോമിനിന്റെ മറുപടി, ഒരു മുഹ്സിന്റെ മറുപടി. ഇസ്ലാം എന്നത് പ്രൈമറി സ്റ്റേജാണ്, ഈമാൻ എന്നത് സെക്കൻഡറി സ്റ്റേജാണ്, ഇഹ്സാൻ എന്നത് ഫൈനൽ സ്റ്റേജാണ്.
ഇസ്ലാമിനെ അള്ളാഹ് വെച്ചിരിക്കുന്നത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനല്ല, മുസ്ലിമായി ജീവിച്ച് മോമിനായി ജീവിതം തുടർന്ന് മുഹ്സിനായി മരിക്കാനാ. 1,00,000 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 1000 മാത്രമേ മോമിൻ ഉണ്ടാവുള്ളൂ. 1000 മോമിനിങ്ങളെ കൂട്ടത്തിൽ 10ഓ 5ഓ മാത്രമേ മുഹ്സിനീങ്ങൾ ഉണ്ടാവുള്ളൂ. അത്രക്കാര് മാത്രമേ സ്വർഗത്തിലേക്കും പോവുള്ളൂ. അങ്ങനെ സ്വർഗം ഇങ്ങനെ ഹോൾസെയിലായിട്ട് എല്ലാവർക്കും എല്ലാം നിരീശ്വരവാദിക്കും വേണ്ടി വെച്ചതാണ്. AKGക്കും നമ്പൂരിപ്പാടിനും എല്ലാവർക്കും കൂടി വെച്ചതാണ്. ആറ്റാക്കുട്ടി ഫിരാന്തിനൊന്നും ഇസ്ലാം കൂട്ടു നിൽക്കൂല. ഇസ്ലാം വളരെ കൃത്യമായ പ്രമേയത്തോടു കൂടി മുന്നോട്ട് പോകുന്ന അള്ളാഹുവിൻ്റെതായ ഒരു ആദർശമാണ്. നമ്മളെ വക വ്യാഖ്യാനിക്കാനൊന്നും മെനക്കണ്ട. അസ്ബാബുകളെ വ്യാഖ്യാനിക്കും പോലെ അഅ്മാലുകളെ വ്യാഖ്യാനിക്കണ്ട. അതിൽ വേറെ വേറെ വിഷയങ്ങളാണ്. ഇരിക്കട്ടെ. അദ്ദേഹം ഒരു ലോ ക്ലാസ് LP സ്കൂളുകാരന്, മുസ്ലിം LP സ്കൂളുകാരനാണ് മുസ്ലിം. ഈ കൂട്ടത്തിൽ ഞാനടക്കമുള്ളവർ ഏത് ക്ലാസ്സിലാണെന്നൊന്ന് സ്വന്തം ചോദിച്ചാൽ തിരക്കുള്ള LP സ്കൂളാണോ അതോ UP സ്കൂളാണോ അതോ +1 +2 എങ്ങാനാണോ ഈ ആദർശത്തിന്റെ കാര്യത്തിൽ ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. അള്ളാഹുവിന്റെ ദീൻ 3 ദർജകളിലായിട്ടാണ് ഓഹരി വെച്ചിരിക്കുന്നത്. 1 അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. ഇസ്ലാം അതിന്റെ പ്രൈമറി സ്റ്റേജ്. ആ പ്രൈമറി സ്റ്റേജിന്റെ വർത്താനത്തിന്റെ ശൈലിയാണ് ഞാൻ കണ്ടത്. എങ്ങനെയാ വന്ന് അത് ഓട്ടോറിക്ഷ കിട്ടി അങ്ങനെയാ വന്ന്. അള്ളാഹു താലക്ക് വിഷയമില്ല. അള്ളാഹു താല LP സ്കൂളുകാരന് ഇപ്പൊ മാഷന്മാരുണ്ടാവില്ലേ? LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കുത്തക്കേട് കളിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? സാറന്മാരുണ്ടാവില്ല ഈ കൂട്ടത്തിൽ. LP സ്കൂൾ പഠിക്കുന്ന കുട്ടി കുത്തക്കേട് കളിച്ചാൽ എന്താ ചെയ്യാ? അടുത്ത് വിളിച്ചിരുത്തിട്ട് മോനെ ഇനി ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ചെയ്യല് മോശമല്ലേ എന്നല്ലേ പറയാ? ചൂറിലെടുത്തിട്ട് അടിക്കുവോ? ഒന്നും ചെയ്യില്ല. അതെ, ഒരു മുസ്ലിമിനോട് അള്ളാഹു താല പെരുമാറുന്നത് LP സ്കൂളിലെ കുട്ടികളോട് സാറ് പെരുമാറുന്ന രീതിയിലാണ്. 2ാമത്തെ സ്റ്റേജ് മോമിൻ. തലശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടി. ബുദ്ധിമുട്ടിയപ്പോൾ വിഷമിച്ചിട്ടാണ് ഇരുട്ടിയിലെത്തിയത്. ഇതേപോലെ ഭാര്യ ചോദിച്ചു എങ്ങനെയാ വന്ന്? ഇന്ന് ഹർത്താൽ ദിവസമാണല്ലോ, വണ്ടിയൊന്നും കിട്ടൂലല്ലോ. എന്റെ അള്ളാഹു എനിക്കൊരു ഓട്ടോറിക്ഷ എത്തിച്ചെന്നു. അങ്ങനെയാ വന്ന്. സംസാരത്തിന്റെ ശൈലി മാറിയില്ലേ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എനിക്കെന്റെ അള്ളാഹു ഒരു ഓട്ടോറിക്ഷ എത്തിച്ചെന്നു. അങ്ങനെ ഞാൻ വന്ന്. ശൈലി മാറി. ഒരു മുഅ്മിന്റെ ശൈലി അതാണ്. സബബിനെ മുസബ്ബിബിലേക്ക് ചേർത്ത് സംസാരിക്കുക. ഓട്ടോറിക്ഷ സബബാണ്, ഉപകരണമാണ്. ആ ഉപകരണത്തെ നിയന്ത്രിക്കുന്ന റബ്ബിലേക്ക് ചേർത്ത് സംസാരിക്കുക. അങ്ങനെ വേണം നമ്മൾ സംസാരിക്കാൻ. ഭാര്യയോട് പറയുമ്പോഴും മക്കളോട് പറയുമ്പോഴും ആരോട് പറയുമ്പോഴും അസ്ബാബുകളെ മുസബ്ബിബുമായിട്ട് ചേർത്തിട്ട് സംസാരിക്കുക. അതാണ് ഈമാന്റെ അടയാളം. അല്ലെങ്കിൽ ഈമാന്റെ ദർജയിൽ എത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം. 3ാമത്തെ ആള് മുഹ്സിൻ. അയാൾ ഓട്ടോറിക്ഷയ്ക്ക് തന്നെയാണ് വന്നത്. മുഹ്സിനെ ആകാശത്തിലൂടെ പറപ്പിക്കാനൊന്നും അല്ലാഹു തആല വാദ ചെയ്തിട്ടില്ല. അസ്ബാബുകളെ ഉപയോഗിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷ കിട്ടാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. അയാൾ ഓട്ടോറിക്ഷയ്ക്ക് വന്ന് രാത്രി വീട്ടിലെത്തി. ഭാര്യ വാങ്ങി തുറന്നു കൊടുത്തു. ബേജാറായിക്കൊണ്ട് ചോദിച്ചു എങ്ങനെയാ വന്ന്? അയാൾ കൂള് മറുപടി, എന്റെ അള്ളാഹു എന്നെ എത്തിച്ചു. ഭാര്യയും അതേ ഡിഗ്രിക്കാരനാണെങ്കിൽ അവളെ മറുപടി എന്തായിരിക്കും? അൽഹംദുലില്ലാ, തിന്നാനും കുടിക്കാനും വല്ലതും എടുക്കട്ടെ, നോ കമന്റ്സ്. കൂടുതൽ കമന്റ്സ് ഒന്നുമില്ല. അള്ളാഹു ആണ് എത്തിച്ചതെന്ന് പറഞ്ഞാൽ അതാണ് ഒരു മുഹ്സിന്റെ മറുപടി ഉണ്ടാകേണ്ടത്. നമ്മൾ നമ്മളെ ഭാര്യമാരോട് സംസാരിക്കേണ്ട വിഷയം അതാണ്. എല്ലാം അല്ലാഹ്. ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ നതനസ്സലു അലൈഹിമുൽ മലായിക. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ 10 തലമുറയെ റുബൂബിയത്തിന്റെ പോസ്റ്റിൽ മുഹ്സിനീങ്ങളായിട്ട് പാർപ്പിച്ചു. ആ ഈസാന്റെ ദർജയിൽ നിന്ന് ലോ ക്ലാസിലേക്ക് തിരിച്ചു പോയപ്പോഴാണ് നൂഹ് നബി റസൂലായിട്ട് ലാവും കൊണ്ടുവന്നത്. നൂഹ് നബിയാണ് ആദ്യമായി ലാ ഇലാഹ, അല്ലാഹു ആകുന്ന റബ്ബിനെ കിട്ടാൻ മറ്റ് ഇലാഹുകളെ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. എന്തായിരുന്നു പറയാൻ കാരണം? 5 ഔലിയാക്കളെ ജാറങ്ങൾ വെച്ച് ഇലാഹ നടത്തി പറയുകയായിരുന്നു അന്നത്തെ ജനം. അവർ മുഴുവനും മുസ്ലിമീങ്ങളായിരുന്നു, നിസ്കരിക്കുന്നവരായിരുന്നു, നോമ്പ് വെക്കുന്നവരായിരുന്നു, ദിക്ർ തസ്ബീഹാത്തുകൾ ചെല്ലുന്നവരായിരുന്നു. അവർക്ക് മൗലാനമാരും ശൈഖുനമാരും ഉണ്ടായിരുന്നു. അന്ന് ദർസും മദ്രസയും കോളേജും ഉണ്ടായിരുന്നു. വാക്കുകൾ നമ്മൾ ആധുനികമായിട്ട് ഉപയോഗിച്ചെന്ന് മാത്രം. സംഗതി എല്ലാം ഒരേപോലെയാ. കാരണം അള്ളാഹു പറഞ്ഞതാണ് പറഞ്ഞു, മൗലാനമാര് പറഞ്ഞു എന്നാ. നൂഹ് നബിയോട് സംസാരിച്ചത് മൗലാനമാരാ, ശൈഖുനമാരാ, സാധാരണക്കാരനല്ല. ഫെറ്റി മെമ്പർഷിപ്പ് കൊടുത്ത് നടക്കുന്നവരല്ല സംസാരിച്ചത്. വലിയ വലിയ ആൾക്കാരാ നൂഹ് നബിയോട് സംസാരിച്ചതെന്നാ പറഞ്ഞത്. അവരോട് ബഹുമാനപ്പെട്ട നൂഹ് നബി പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്ത ഒരാളെ അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ഇടപെടിപ്പിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പറയണം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ അത് അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം. അപ്പോഴാണ് ലാ ഇലാഹ വന്നത്.
ആ ഇലാഹിൽ ആദ്യത്തെ പ്രതികൾ ആരായിരുന്നു? 5 ഔലിയാക്കളെ ജാറങ്ങളായിരുന്നു. യേശുവോ, ഉസൈറോ, രാമനോ, കൃഷ്ണനോ, അയ്യപ്പനോ, മുത്തപ്പനോ, ഭഗവാനോ, ഭഗവതിയോ, ദേവിയോ, ദേവനോ, തങ്ങളോ, ഉസ്താദോ ഒന്നും ആയിരുന്നില്ല. അന്നത്തെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ 5 ജാറങ്ങളിൽ ഔലിയാക്കന്മാര് മാത്രം. ഖുർആൻ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊക വയഗൂസ വനസ്റ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൗലാനമാര് സാധാരണക്കാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പ്രസംഗിച്ചത്, നിങ്ങളുടെ ദൈവങ്ങളെ വിട്ടുകളയണ്ട, തങ്ങന്മാരെ വിട്ടുകളയണ്ട. ലാ തദറുന്ന വദ്ദ് തങ്ങളെ കൈവിടണ്ട, സുവാഅ് തങ്ങളെ കൈവിടണ്ട, വേദങ്ങളെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുരീശക്കങ്ങളെ കൈവിടണ്ട, ബദരീങ്ങളെ കൈവിടണ്ട, റിഫായ് ശേഖങ്ങളെ കൈവിടണ്ട, ചാതുരിത്തങ്ങളെ കൈവിടണ്ട. ഇത്ര കൃത്യമാണ് കൂട്ടരെ ചരിത്രവുമായിട്ട് ചേരുന്ന രീതി. ഏതാണ്ട് 9000 10,000 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളോട് നമ്മുടെ നാട്ടിലെ ഓരോ സംഭവവും ചേർത്ത് വായിക്കാൻ. അതിനാണ് അല്ലാഹു തആല പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് ഞാൻ പൂർവികന്മാരുടെ ചരിത്രം പറഞ്ഞു തരുന്നത് ലിനുസബ്ബിത ഫുആദക, നിങ്ങളുടെ ഖൽബ്, നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു പറഞ്ഞു. പൂർവികന്മാരായ പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്, നാമും പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് തുടങ്ങി വെച്ച ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണമായി അല്ലാഹു തആല പരിഗണിച്ചു. എന്താ കാര്യം? ലോകാവസാനം വരെയും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ പറയുന്നവർ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ. മറുപക്ഷത്ത് ജാറങ്ങളുമായി നടക്കുന്നവരെ മുസ്ലിമായിട്ട് പറയാൻ പറ്റുകയില്ല, കാഫിരികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അക്കൂട്ടത്തിൽ പിന്നെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളൊന്നും വെച്ച് കൊണ്ടുവരണ്ട. മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുള്ളവരെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഒരു കൂട്ടക്കാരും മുവഹിദീങ്ങളാണ്, മറുകൂട്ടക്കാരും മുശ്രിക്കീങ്ങളാണ്. മുവഹിദീങ്ങൾ ഈ പറയപ്പെട്ടതുപോലെ അള്ളാന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും ഒരുപോലെ അള്ളാഹ്ക്ക് അനുവദിച്ചു കൊടുക്കുന്നവർ. മുശ്രിക്കീങ്ങൾ അള്ളാഹിനെ അംഗീകരിക്കുകയും അള്ളാഹിനെ കിട്ടാൻ വേണ്ടി ഔലിയാക്കളെ ഇടക്ക് ചേർക്കുകയും ചെയ്യുന്നവർ കാഫിരീങ്ങൾ, മുശ്രിക്കീങ്ങൾ. അവരിലേക്കാണ് റസൂൽ അല്ലാഹു തആല അയച്ചത്. ഇനി മുഹമ്മദുർ റസൂലുള്ളാഹിലേക്ക് പോവാം. അപ്പൊ പിന്നെ സമയം പോയി, സമയം തീർന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്താണ് മുഹമ്മദ് നബിന്റെ റിസാലത്തിന്റെ തുടർച്ച. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്ത് മുഹമ്മദ് നബിന്റെ നുബുവത്തിന്റെ തുടർച്ച. ആ നുബുവത്തും ആ റിസാലത്തും അഷ്റഫുൽ ഖൽഖിൽ അല്ലാഹു തആല സന്നിവേശിപ്പിക്കുകയാണ്. അതാണ് ചരിത്രത്തിന്റെ അവസാനം. ആദം നബി തൊട്ടാണ് മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത്, ആദർശത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നതും. ആ ആദർശത്തിന്റെ പൂർണ്ണത എത്തുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങളിലാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും മൗലാനമാരെയും ശൈഖുലമാരെയും ജാറങ്ങൾ അടക്കം വെള്ളപ്പൊക്കത്തിൽ മുക്കി നശിപ്പിച്ച് എല്ലാം ചത്തി ശവങ്ങളായിട്ട് ഒഴുകിപ്പോയി ജാറങ്ങളും ജാറങ്ങളെ മൗലാനമാരും. അതോടുകൂടി ആ പദ്ധതി അവസാനിച്ചു. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും 72 പേരും കപ്പൽ നിറങ്ങിയിട്ട് പിന്നെ ഏതോ രാജ്യത്താണ് പിന്നെ ജീവിക്കുന്നത്. ആ പാരമ്പര്യത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വരുന്നത്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും കൊടിയ ശത്രു, പുരോഹിതന്മാരുടെ നേതാവായ ഏറ്റവും വലിയ മൗലാന ആസറായിരുന്നു. നൂഹ് നബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, രാഷ്ട്രീയ രംഗത്ത് ആസറും രാഷ്ട്രീയ രംഗത്ത് നമ്രൂദും ആത്മീയ രംഗത്ത് ആസറും. ആസർ ഇബ്രാഹിം നബിന്റെ ബാപ്പ. മൗലാനമാരായിരുന്നു അന്ന് രാഷ്ട്രീയം നയിച്ചോണ്ടിരുന്നത്. നമ്രൂദിന്റെ രാഷ്ട്രീയത്തെ നയിക്കുന്നത് മൗലാനമാരാണ്. അതിന്റെ ശൈഖുൽ അശാരി ഖാദി ഖുലാത്ത് അത് ആസറായിരുന്നു. അതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞത് വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വഇദ് ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ലിഅബീഹി, ബാപ്പാനോടും, വഖൗമിഹി, ഖൗമിനോടും. എന്താ ബാപ്പാനെ പ്രത്യേകം പറയാൻ കാരണം? ബാപ്പയാണ് അന്നത്തെ ഖൗമിന്റെ ലീഡർ. ഇന്ന് നിലവിലുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഷീഈ ഗ്രൂപ്പിന്റെ പ്രസിഡന്റോ മുഫ്തിയോ അല്ലെങ്കിൽ ലോക ഗ്രാൻഡ് മുഫ്തിയോ ആയി മാറിയാൽ ഇന്ന് ആസറുണ്ടെങ്കിൽ ആ പോസ്റ്റിലാണ്. ഇന്നത്തെ ഈ ഗ്രാൻഡ് മുഫ്തിമാരുടെ പോസ്റ്റിലാണ് അന്നത്തെ ആസർ ഉണ്ടായിരുന്നത്. നിസ്സാരമാണോ കാര്യം? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് അനുസരിച്ചുള്ള ഇസ്ലാം അനുസരിച്ചല്ലേ അവർ ദീൻ നടത്തിക്കൊണ്ടിരുന്നത്. ആസർ അന്ന് ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്നത് ഇബ്രാഹിം നൂഹി ശരീഅത്ത് അനുസരിച്ചായിരുന്നില്ലേ? എന്തിനാണ് ചരിത്രത്തെ മൂടി വെക്കുന്നത്? ജാറങ്ങളെയും ജാറത്തിന്റെ ആൾക്കാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ചരിത്രത്തെ മൂടി വെച്ച് വഞ്ചിക്കുകയല്ലേ ഉലമാ സമൂഹം. അത് ഏത് ഗ്രൂപ്പിൽ പെട്ടതായിരുന്നാലും, സലഫി ഗ്രൂപ്പായാലും ഷീഈ ഗ്രൂപ്പായാലും, ചരിത്രത്തിന്റെ യാഥാർത്ഥ്യത്തെ മൂടി വെച്ചിട്ട് സമൂഹത്തെ വഞ്ചിക്കുകയല്ലേ. സമൂഹം ഉണരണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചു വരണം. ലഅല്ലഹും യർജിഊൻ എന്ന് പറഞ്ഞ റുജൂ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ ലദീന ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ.
വലനുദീഖന്നഹും, തീർച്ചയായിട്ടും നാം അവരെ രുചിപ്പിക്കുക തന്നെ ചെയ്യും, അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. മിനൽ അദാബിൽ അദിന, ചെറിയ ചെറിയ ശിക്ഷകളെ കൊണ്ട് ഈ ദുനിയാവിൽ ഞാൻ അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. എന്തിന്? ലഅല്ലഹും യർജിഊൻ. അപ്പൊ ആരെയാണ് ആസ്വദിപ്പിക്കുന്നത്? മുസ്ലിമീങ്ങളെ. ലോകത്തെന്ത് പ്രശ്നമുണ്ടായാലും, അത് യുദ്ധമായാലും സാമ്പത്തിക ബാധ്യതയായാലും സാമ്പത്തിക ബുദ്ധിമുട്ടായാലും രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും, അത് മിഡിൽ ഈസ്റ്റോ റഷ്യയോ അമേരിക്കയോ സൗദി അറേബ്യയോ ഇന്ത്യയോ കേരളമോ ഇരിട്ടിയോ ആയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വാണിംഗ് കൊടുക്കുന്ന ആർക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തിട്ട് അതിനെ ദുർബലപ്പെടുത്തിയ ആൾക്കാരോടാണ്. എന്നല്ലാതെ ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ അല്ല പൊതുവാണിങ് മുസ്ലിമീങ്ങളോടാണ്. അവരോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ ഞാൻ ശിക്ഷിക്കും, നിങ്ങൾ ഈ പോക്ക് പോയാൽ നിങ്ങളെ ഞാൻ വിടൂല. ചിലപ്പോൾ UAE ഒരു ദിർഹം പോലും നിങ്ങളുടെ നാട്ടിലെത്താതെ ഞാൻ ബന്ദ് ചെയ്യും. 950 മുമ്പിലേക്ക് ഗൾഫ് രാജ്യങ്ങളെ ഞാൻ തിരിച്ചയക്കും. അങ്ങനെ തിരിച്ചയച്ചാൽ പട്ടിണി പാവങ്ങളായി നിങ്ങൾ ഇവിടുന്ന് കടലിലെ വെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വരും. മുസ്ലിമീങ്ങളോടാണ് അല്ലാഹു തആല പറയുന്നത്. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അബ്വാബ കുല്ലി ഷൈ. ഫലമ്മാ നസൂ മാ ദുക്കിറു, അള്ളാഹു ഓർമ്മിപ്പിച്ച വിഷയങ്ങളെ അവർ മറന്നു കളഞ്ഞു. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. അവർ അള്ളാഹുവിനെ മറന്ന് സ്വന്തം സമ്പത്തിലും അധികാരത്തിലും മാത്രം ആശ്രയത്വം വെച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഞാൻ എന്ത് ചെയ്യും? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ദുനിയാവിന്റെ വാതിലുകൾ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കും. ഡോളറിന്റെ വാതിൽ അവരെ മുമ്പിൽ തുടരും. ദീനാർ ദിർഹമിന്റെ വാതിലുകൾ ഞാൻ അവരെ മുമ്പിൽ തുറക്കും. പെട്രോളിന്റെയും ഡീസലിന്റെയും വാതിലുകൾ ഞാൻ അവരുടെ മുമ്പിൽ തുറക്കും. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. കുല്ലി ഷൈന്റെ അർത്ഥം പറ കൂട്ടരെ. കുല്ലി ഷൈ എത്രത്തോളം? ഹത്താ ഇദാ ഫരിഹു, ഈ ഡോളർ ഉപയോഗിച്ച് സുഖിച്ച് ജീവിക്കുവോളം, ഈ ദീനാർ ഉപയോഗിച്ച് സുഖിച്ച് ജീവിക്കുവോളം, ഈ ദിർഹം ഉപയോഗിച്ച് സുഖിച്ച് ജീവിക്കുവോളം, ഒരു ദിവസത്തെ കല്യാണത്തിന് പകരം 2 ദിവസം, 2 ദിവസത്തെ കല്യാണത്തിന് 3 ദിവസം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, പച്ച കല്യാണം, ഡാൻസ് നൈറ്റ് വേറെ, ബ്രാൻഡി നൈറ്റ് വേറെ, ബിസ്കി നൈറ്റ് വേറെ, പട്ടച്ചാറായ നൈറ്റ് വേറെ, കള്ളുഷാപ്പ് നൈറ്റ് വേറെ, എല്ലാം മയത്തന്റെ കല്യാണം. ആ കല്യാണം, അങ്ങനെ കല്യാണം കഴിച്ച് നിങ്ങൾ ആർഭാടപൂരിതമായി ജീവിക്കുവോളം അവർക്ക് നൽകപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച്, ദീനാറും ദിർഹമും ഉപയോഗിച്ച്, പെട്രോളും ഡോളറും ഉപയോഗിച്ച് അവര് പരമാവധി സുഖിക്കുന്നത് വരെ ഞാൻ കയറൂരി വിടും. അഹദിനാഹും ബഗ്തതൻ, പെട്ടെന്നായിരിക്കും ഞാൻ അവരെ പിടിക്കുക. അഹദിനാഹും, ഞാൻ അവരെ പിടികൂടും. ബഗ്തതൻ, പെട്ടെന്ന്. ഫഇദാഹും മുബ്ലിസൂൻ, അതോടുകൂടി അവർ നിരാശയുടെ വാക്കുകൾ പറയാൻ വേണ്ടി തുടങ്ങും. ഇവിടെ മിഡിൽ ഈസ്റ്റ് യുദ്ധമല്ല നമ്മളെ സംബന്ധിച്ചോളം വിഷയം. ഷഹാദത്തിനെ ബാത്തിലാക്കി അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മുസ്ലിമീങ്ങളാണ് നമ്മുടെ വിഷയം. 1950 മുമ്പുള്ള കാലാവസ്ഥയിലേക്ക് സൗദി അറേബ്യയും UAE അടക്കമുള്ളവർ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോയാൽ ഇരിട്ടി അങ്ങാടിയുടെ ഒഴുകുന്ന പുഴയിലെ വെള്ളം കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അത്രയൊന്നും കൊല്ലായിട്ടില്ല, ആകെ 76 കൊല്ലമായിട്ടുള്ളൂ പെട്രോളിന്റെ ടാങ്ക് തുറന്നിട്ട്. 1950-53 പെട്രോൾ കണ്ടുപിടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ. അതുവരെ ഒട്ടകത്തിന്റെ പാലും കുടിച്ച് ഈത്തപ്പയും തിന്നിട്ട് മരുഭൂമിക്ക് ഖൈമ കെട്ടി ജീവിക്കുകയായിരുന്നു അറബികൾ. ഇന്നത്തെ അവസ്ഥ കണ്ട് ആദം നബിയുടെ കാലത്തെ അങ്ങനെയൊന്നാലും തെറ്റിദ്ധരിച്ചൊന്നും പോണ്ട. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു ലഅല്ലഹും യർജിഊൻ എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളോടാ. ഞാനത് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, ഉലമാക്കളോടും ഉമറാക്കളോടും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദിന, ചെറിയ ചെറിയ ശിക്ഷ മാത്രമാണിത്. നിങ്ങളെ കൊണ്ട് ഞാൻ രുചിപ്പിക്കുക തന്നെ ചെയ്യും ഈ ശിക്ഷ. എന്തിനാണെന്നറിയുമോ? ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷ ഞാൻ നാളത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്യും. എന്തിന്? ലഅല്ലഹും യർജിഊൻ, മുസ്ലിം ഉമ്മത്ത് ഷഹാദത്തിലേക്ക് തിരിച്ചു വരാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുത്ത് ജാറങ്ങളെ കൊണ്ട് അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഷഹാദത്തിലേക്ക് തിരിച്ചു വരണം. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അല്ലാഹുവേ, നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു. അതാണ് അശ്ഹദുവിന്റെ മഅന. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഒന്നിനെയും എന്തിനെയും ആരെയും ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് കുട്ടിയുടെ ഷഹാദ. അതുകൊണ്ട് 5 നേരം ബാങ്ക് കൊടുക്കുമ്പോൾ അത് പറയാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ അത്തയ്യത്തിൽ അത് പറയാൻ പറഞ്ഞത്, ആവർത്തിക്കാൻ. എന്നും ഇത് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം മുസ്ലിം ഉമ്മ. ഞാൻ അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തോനാ, ഒരു കരാറ് കൊടുത്തോനാ, ഒരു ഉടമ്പടി കൊടുത്തോനാ. ഉടൻ തന്നെ അള്ളാഹുവിന്റെ ചോദ്യം, നീ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക? അശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്. കാലം കഴിഞ്ഞാൽ അശ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ്.
അത് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ്, അത് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്, അത് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ തെളിയിക്കും അല്ലാഹുവേ. എങ്ങനെ? അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് എന്ന വ്യക്തി നീ അയച്ച റസൂലാണ്, അതെന്റെ ദൈനംദിന ജീവിതം കൊണ്ട് ഞാൻ ബോധ്യപ്പെടുത്തി തരും. മുഖമൊന്ന് തടി നോക്കിയാൽ മതി, അപ്പൊ അറിയാൻ രണ്ടാം ഷഹാദത്തിന്റെ ബർക്കത്ത്. എങ്ങനെ? ബാർബർ ഷാപ്പ് മുതൽ അടുക്കള വരെ രണ്ടാം ഷഹാദത്തിന്റെ ബർക്കത്ത് അറിയാൻ പറ്റുന്ന പ്രയാസമൊന്നുമില്ല. വിശദീകരിക്കാൻ തയ്യാറാകാത്ത അതുകൊണ്ടാണ് ഉലമാക്കളും ഉമറാക്കളും സംഘടനാ നേതാക്കന്മാരും ഷഹാദത്ത് വിശദീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? സ്വന്തം അടുക്കളയിൽ നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ടാ. കല്യാണം അടക്കം അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ആയിഷ ബീവിയെ കെട്ടി, ആമ്പിള്ളറെ എങ്ങനെയാ കെട്ടിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ. അഷ്റഫുൽ ഖൽഖ് ഫാത്തിമാനെ കെട്ടിച്ചു, പെമ്പിള്ളറെ എങ്ങനെയാ കല്യാണം കഴിച്ച് അയക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ. നമ്മൾ ചെയ്തത് ജൂതനും നസാറയും പഠിപ്പിച്ച മുസ്ലിംസനുസരിച്ച്. അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്താണോ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ അനുസരിച്ചാണോ നാം കല്യാണം നടത്തിയത്? നമ്മൾ ആ മക്കളെ കെട്ടിച്ചത്, നമ്മളെ പെൺമക്കളെ കെട്ടിച്ചത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ അനുസരിച്ചാണോ? അതോ അഷ്ഹദു അന്ന ജൂതൻ റസൂൽ അനുസരിച്ചാണോ? അതോ അഷ്ഹദു അന്ന നസ്രാനി റസൂൽ അനുസരിച്ചാണോ? ആര് പഠിപ്പിച്ചതുപോലെയാണ് ഇന്ന് നടക്കുന്ന കല്യാണം? അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഷഹാദയാണത്. അള്ളാഹുവിന് നാം കൊടുത്ത കരാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ സെലക്ട് ചെയ്ത തരീഖ മുഹമ്മദി തരീഖയാണ്, മുഹമ്മദി റിസാലത്താണ്. അതാണ് രണ്ടാം ഷഹാദ വെച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞിട്ട് അള്ളാഹു വിട്ടിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ഹവയനുസരിച്ച് തീരുമാനം എടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഈ മുഹമ്മദുർ റസൂലിനെ ചൊറിയുന്നത് പലരും. ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, സയൻസ് റസൂലുള്ളാക്കാര്, ഇവരൊക്കെ മുഹമ്മദുർ റസൂലിനെയാണ് ചൊറിയ തരീഖത്തുകാര്. രണ്ടു തരം തരീഖത്ത് ലോകത്തുണ്ട്. ഒന്ന് സൂഫി തരീഖത്ത്, ഒന്ന് ഷീഈ സൂഫി തരീഖത്ത്, പിന്നെ ഒന്ന് സലഫി സൂഫി തരീഖത്ത്. രണ്ട് തരീഖത്തുകാരും മുഹമ്മദ് റസൂലിനെ പിടിച്ചു കയറുക. കാരണം മുഹമ്മദ് റസൂലിനെ പിടിച്ചു കയറിയാലേ ഹവയനുസരിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. മുഹമ്മദ് റസൂലിനെ ദുർവ്യാഖ്യാനിച്ചാലേ ഹവയ സ്വന്തം താല്പര്യം അനുസരിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് റസൂലിനെ ആദ്യം പിടികൂടുക. കാരണം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എത്തും. അതാണ് ജൂതന്റെ തന്ത്രം. അതുകൊണ്ട് സൂഫി തരീഖത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ചർച്ച ചെയ്യുക, അവര് ഷെയ്ഖിനെയാണ് ചർച്ച ചെയ്യുക. ഷെയ്ഖിനെ ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് റസൂലിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഷെയ്ഖ് മരിച്ചാൽ പിന്നെ ആ ഖബറാണ് തരീഖത്തുകാരുടെ, സൂഫിയാക്കളുടെ ആധാരം. അതോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയും കൊളാവും. ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിനെ കൊണ്ട് മുഹമ്മദ് റസൂൽ കൊളാവും, മരിച്ചുപോയ ഷെയ്ഖിന്റെ ഖബർ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയും കൊളാവും. ചിന്തിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ദീൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്കുള്ളതാ, എല്ലാ പൊട്ടന്മാർക്കുള്ളതല്ല. വളരെ ചെറിയ ന്യൂനപക്ഷം, ചിന്തിക്കാൻ ആരെ കൊണ്ടേ കഴിയും? വളരെ ചെറിയ ന്യൂനപക്ഷത്തിനേ കഴിയൂ. ഭൂരിപക്ഷം വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷത്തിനും കാര്യം മനസ്സിലാവുകയില്ല. അത്രേ അള്ളാഹ് ആഗ്രഹിക്കുന്നുള്ളൂ. 1100 കോടി ജനങ്ങളുണ്ട് ഇന്ന് ഭൂമിയിൽ. അതിൽ 350 കോടി മുസ്ലിമീങ്ങളാ. അതിലാകെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരെന്ന് അറിയപ്പെടുന്നത് 2% മാത്രമാണ്. അള്ളാഹു തആല അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. മുഹമ്മദ് ഒന്നും പേരിട്ട് അതേപോലെ തന്നെ ജലകർമ്മം നടത്തി ഇറക്കുന്നവനെ എല്ലാം അങ്ങ് സ്വർഗത്തിലേക്ക് അയക്കാമെന്ന് ഒരു കരാറും ഉണ്ടാക്കിയില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമായിരുന്നു. എനിക്കങ്ങനത്തെ ഉദ്ദേശമില്ല എന്ന് അള്ളാഹ് പറയുന്നു. പിന്നെ കുറെ മുസ്ലിയാക്കന്മാരും മൗലവിമാരും ഉദ്ദേശം കൊണ്ട് നടന്നാൽ അള്ളാന്റെ ഉദ്ദേശത്തിനെതിരായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എങ്കിലും എന്റെ തീരുമാനം ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഅംല അന്ന ജഹന്നം, തീർച്ചയായിട്ടും നരകത്തെ ഞാൻ നിറക്കും. ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും നരകത്തെ നിറക്കുമെന്നത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ശതമാനം എനിക്ക് ആവശ്യമുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്ന ആദ്യം കരുതണ്ട, നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരും. അത് കാലഘട്ടത്തിനെതിരായിട്ട് ജിഹാദ് 4 തരമാണ്. ഒന്ന് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്, ശൈത്താനോടുള്ള ജിഹാദ്. മൂന്നാമത്തത് മുനാഫിക്കിനോടുള്ള ജിഹാദ്. 4ാമത്തെ ജിഹാദാണ് കുഫാറിനോടുള്ള ജിഹാദ്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ സാദുൽ മഅദി പറഞ്ഞത് കാഫിരികളുമായിട്ടുള്ള യുദ്ധത്തിന്റെ 0 പോയിന്റ് ആണ്.
ഏറ്റവും വലിയ യുദ്ധം അക്ബറുൽ ജിഹാദ്, അഷദ്ദുൽ ജിഹാദ് നഫ്സിനോടുള്ള ജിഹാദാ. അത് സ്വന്തം മുസ്ലിമീങ്ങളോട് പറയുന്ന അല്ലാഹു തആല, നിന്റെ നഫ്സിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. ജിഹാദുൻ നഫ്സ് 4 രീതിയിൽ നടപ്പിലാക്കണം. അൻ യുജാഹിദഹാ അലാ തഅല്ലുമിൽ ഹുദാ വഅൻ യുജാഹിദഹാ അലൽ അമലി ബിഹി വഅൻ യുജാഹിദഹാ അലാ ദഅവതി ഇലൈഹി വഅൻ യുജാഹിദഹാ അലാ സബരി അലാ മാ അസാബ. 4 തരത്തിലുള്ള ജിഹാദ്. ഒന്ന്, ഹിദായത്ത് എന്താണെന്ന് പഠിക്കണം, ഖുർആനും ഹദീസും താരീഖു സഹാബയും പഠിക്കണം. രണ്ടാമത്തെ, അതനുസരിച്ച് അമൽ ചെയ്യാൻ ശരീരത്തെ പാടുപഠിപ്പിക്കണം. മൂന്നാമത്തത്, ദഅവത്ത് ചെയ്യാൻ പാടുപഠിപ്പിക്കണം. നാലാമത്തത്, അതിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന മുഴുവൻ പ്രശ്നങ്ങളും സഹിച്ച് ക്ഷമിച്ച് അള്ളാഹുവിന്റെ മുമ്പിലെത്താൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഒന്നാമത്തെ നഫ്സിന്റെ ജിഹാദ്. ആർക്കും കഴിയില്ല. അതുകൊണ്ട് പിള്ളേറി ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ആമ്പിള്ളേരെയും പെൺപിള്ളേരെയും വിളിച്ച് റോഡിലിറക്കിയിട്ട് അങ്ങനെ തന്നെ സിന്ദാബാദിന്റെ കുരക്കും എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്നായി കുരക്കുന്നവരെ വിചാരം. ഇല്ല, ഒരു പ്രശ്നവും അങ്ങനെ പരിഹരിക്കപ്പെടുകയില്ല. മുഹമ്മദുർ റസൂലുള്ള കൊടുത്ത ഷഹാദ അതാണ്. ആ മുഹമ്മദുർ റസൂലുള്ള കൊടുത്ത ഷഹാദ 4 കാര്യങ്ങളിൽ നാം പൂർണ്ണമാക്കണം. 1, മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. 2, അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. 3, നുബുവത്ത് അറിഞ്ഞിരിക്കണം. 4, റിസാലത്ത് അറിഞ്ഞിരിക്കണം. 5, ശരീഅത്ത് അറിഞ്ഞിരിക്കണം. ഈ 5 കാര്യങ്ങൾ പൂർണ്ണമായി അറിഞ്ഞെങ്കിലേ 2ാം ഷഹാദ സഹിയാവുകയുള്ളൂ. 2ാം ഷഹാദ സഹിയായാലേ 1ാമത്തെ ഷഹാദ സഹിയാവുള്ളൂ. 1ാമത്തെ ഷഹാദ സഹിയായാലേ മുസ്ലിമാവുള്ളൂ. ജുമഅക്ക് വന്നു എന്നതുകൊണ്ട് മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. മുഹമ്മദി റിസാലത്തനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വഹദാനിയത്ത് ജീവിച്ച് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് മുസ്ലിം ആകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ബാക്കി തുടർന്ന് അങ്ങോട്ട് സംസാരിക്കാം. എന്താണ് മുഹമ്മദിയത്ത്, എന്താണ് അബ്ദിയത്ത്? മുഹമ്മദുൻ അബ്ദുഹു വ നബിയ്യുഹു വ റസൂലുഹു. 4 കാര്യങ്ങൾ. 1, മുഹമ്മദ്, ആരാണ് മുഹമ്മദ്? 2, അബ്ദ്, എന്താണ് അബ്ദ്? 3, നുബുവത്ത്, എന്താണ് നുബുവത്ത്? 4, റിസാലത്ത്, എന്താണ് റിസാലത്ത്? ഇത് 4ഉം അറിയാത്തവനിക്ക് എന്ത് മുഹമ്മദുർ റസൂലുള്ള? അവനിക്കുള്ളതാണ് സലാത്ത് അൽക്കിയും ബിരിയാണിയും. അത് വാത്തിലാവുമ്പോഴാണ് ദിക്ർ അൽക്കിയും ബിരിയാണിയും. അപ്പൊ 2 ബിരിയാണിയിൽ 2 ഷഹാദത്ത് ഒതുക്കി. പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ശരിയാവുകയില്ല. എന്താണ് നമുക്ക് പരിശോധിക്കാം. അള്ളാഹു മിമ്പറിന്റെ ഉടമസ്ഥനായ അള്ളാഹു, മെഹ്റാബിന്റെ ഉടമസ്ഥനായ അള്ളാഹു ഇൽമിന് ഒരുപാട് ബർക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും ഈ എനിക്കും ഈ നിങ്ങൾക്കും ലോകത്തിനും അള്ളാഹു നസീബാക്കി തരട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. വഖാല അല്ലാഹു മുഖ്ബിറൻ വആമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത വബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم ارض عن الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فانها بئس الدار وبئس المثوى وبئس القرار. اللهم اصلح لنا ديننا الذي فهو عصمة أمرنا ودنيانا التي فيها معادنا وآخرتنا التي ودنيانا التي فيها معاشنا وآخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن